Imagine this. നിങ്ങളൊരു പാർട്ടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവ്രി വൺ ഈസ് എൻജോയിങ്, ചാറ്റിംഗ്, ലാഫിംഗ്, ഈവൻ ഡാൻസിങ്. ബട്ട് നിങ്ങളെ കൊണ്ടത് പറ്റുന്നില്ല. യു നോ യു ആർ നോട്ട് ദാറ്റ് പേഴ്സൺ ഹു എഫേർട്ട്ലെസ്ലി ഫിറ്റ്സ് ഇൻ ടു എവറി ഗ്രൂപ്പ്. യു ആർ ദാറ്റ് പേഴ്സൺ ഹു റൺസ് അവേ ഫ്രം എനി സൈൻ ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ. ആരൊക്കെയോ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്ന പോലെ തോന്നുന്നു. എല്ലാവരും നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന പോലെ തോന്നുന്നു. നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടി വരുന്നു. അപ്പോൾ ശ്വാസം എടുക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു. ആളുകളുടെ സ്മോൾ ടോക്സിനായിട്ടുള്ള ശ്രമങ്ങൾ പോലും ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നുന്നു. ആൻഡ് ഫൈനലി ഈ ഡിസ്കംഫർട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ആസ് ഓൾവേസ് ആരും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിൽ നിങ്ങൾ ഒളിച്ചു നിൽക്കുന്നു. ഓർ നമുക്ക് ഓൾറെഡി കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഫ്രണ്ട് സർക്കിളിൽ ഒതുങ്ങി നിൽക്കുന്നു. ഡസ് ദിസ് സിറ്റുവേഷൻ ഫീൽ റിലേറ്റബിൾ ടു യു? Then there is a high chance that you are struggling with social anxiety. Hello, I am Haima. I am a psychologist at Elomind. Social anxiety അഥവാ സാമൂഹിക ഉത്കണ്ഠ എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു സാമൂഹിക ഇടപെടലിലും ആളുകളെ ഫേസ് ചെയ്യാനും അവരോട് സംസാരിക്കാനുമുള്ള ഒരു അമിതമായ പേടിയാണ്. ഈ പേടി കാരണം അങ്ങനത്തെ സിറ്റുവേഷൻസ് എന്ത് വില കൊടുത്ത് ഒഴിവാക്കാൻ നോക്കിയേ നമ്മൾ ചെയ്യും. 2004 കണ്ടക്ട് ചെയ്ത ഒരു സർവേ പ്രകാരം ഇന്ത്യയിൽ 2 കോടിയോളം ആളുകൾ സോഷ്യൽ ആങ്സൈറ്റി സഫർ ചെയ്യുന്നുണ്ട്. സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് നോർമൽ ദൈനംദിന സോഷ്യൽ ഇൻട്രാക്ഷൻസ് ലൈക്ക് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ ഒരു ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കുക, ഇങ്ങനത്തെ സിമ്പിൾ ടാസ്കുകൾ ചെയ്യുമ്പോൾ വരെ അനാവശ്യമായ ഉത്കണ്ഠ, ഭയം, സെൽഫ് കോൺഷ്യസ്, നാണക്കേട്, അങ്ങനെ ഒരു അറേ ഓഫ് നെഗറ്റീവ് ഇമോഷൻസിലൂടെ കടന്നു പോകേണ്ടി വരും. ആൻഡ് ഇതൊരു സാധാരണ ഷൈനസ് അല്ല. ഷൈനസ് എന്ന് പറയുമ്പോൾ അതൊരു ടെമ്പററി ഫേസ് ആണ്. യൂഷ്വലി നമ്മൾ ആളുകളുടെ അടുത്ത് കുറച്ച് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ഈ ഷൈനസ് ഒക്കെ മാറും. പക്ഷേ സോഷ്യൽ ആങ്സൈറ്റി ഈസ് അനദർ സ്റ്റോറി ഓൾ ടുഗെദർ. അതൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള അവസ്ഥയാണ്. സാധാരണ ആളുകൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദിവസവും കടന്നു പോകുന്ന സോഷ്യൽ സിറ്റുവേഷൻസ് നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. നോർമൽ ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് വരെ ഒരുപാട് പേടി തോന്നുകയാണ്. ഹാർട്ട് ബീറ്റ് കൂടുക, വേർക്കുക, പറയാൻ വാക്കുകൾ കിട്ടാതെ ബ്ലാങ്ക് ആയി പോവുക, എങ്ങനെയെങ്കിലും ഇൻവിസിബിൾ ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുക. ഇത് വളരെ സ്ട്രെസ്ഫുൾ ആണ്. ഇമാജിൻ ഗോയിങ് ത്രൂ ദിസ് എവറി ഡേ. സോ ഈ സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് ആസ് എൻ ഈസി വേ ഔട്ട് നമ്മൾ സോഷ്യൽ സിറ്റുവേഷൻസ് ആൻഡ് മനുഷ്യരായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അങ്ങനെ തന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കും. അങ്ങനെ എല്ലാ കമ്മ്യൂണിക്കേഷനും നമ്മളങ്ങ് പതുക്കെ നിർത്തും. ആൻഡ് ഇൻ സിവിയർ കണ്ടീഷൻസ് വി വിൽ ഈവൻ സ്റ്റോപ്പ് ടോക്കിംഗ് എൻറ്റയർലി. അത് നമ്മുടെ ഫാമിലി, വർക്ക്, ഈവൻ ഡെയിലി റുട്ടീൻ വരെ നെഗറ്റീവായി അഫക്റ്റ് ചെയ്യും. നൗ ലെറ്റ്സ് ഗോ ത്രൂ സം ഫിസിക്കൽ സിംറ്റംസ് ഓഫ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ. ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സ്റ്റക്കായി എന്ന് തോന്നുമ്പോൾ, ആങ്ഷ്യസ് ആകുമ്പോൾ, അതിന് ഫിസിക്കൽ റിയാക്ഷനായി അമിതമായി വേർക്കാൻ തുടങ്ങുക, ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുക, അൺകൺട്രോളബിളായി വിയർക്കുക, മുഖമൊക്കെ ചുമക്കുക, ആരുമായിട്ട് ഐ കോൺടാക്ട് കീപ്പ് ചെയ്യാൻ പറ്റാതാവുക, നമ്മുടെ ബോഡി ലാംഗ്വേജ് ആൻഡ് പോസ്ചർ സ്റ്റിഫ് ആവുക. ആൻഡ് ഇൻ സിവിയർ കേസസ് ആങ്സൈറ്റി അധികമായിട്ട് തലകറക്കും ഛർദിലും വരെ വരാൻ സാധ്യതയാണ്. Now let's look at some psychological symptoms of social anxiety. 1. ആളുകളുടെ മുന്നിൽ വളരെ സെൽഫ് കോൺഷ്യസ് ആയിരിക്കുക. ഇപ്പോൾ നിങ്ങളൊരു ക്രൗഡഡ് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുകയാണെന്ന് വെക്കുക. ദ മൊമെൻറ്റ് യു വാക്ക് ഇൻ യു ഫീൽ ടു സെൽഫ് കോൺഷ്യസ്. എൻ്റെ ഡ്രസ്സിങ് ഓക്കെ ആണോ, ഞാൻ വല്ല അബദ്ധവും കാണിക്കുമോ, എല്ലാവരുടെയും അറ്റൻഷൻ നിങ്ങളുടെ മേലാണോ എന്നൊരു പേടി, അങ്ങനെ എപ്പോഴും കോൺഷ്യസ് ആൻഡ് അലേർട്ടായിട്ടിരിക്കും. പിന്നെ ഫീലിംഗ് എംബാരസ്ഡ് ഓർ ഓക്വേർഡ് ഇൻ ഫ്രണ്ട് ഓഫ് അതർ പീപ്പിൾ. മറ്റുള്ളവരുടെ മുമ്പിൽ ചമ്മിപ്പോയ പോലെയോ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഓക്വേർഡ് ആയോ തോന്നുക. ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ബാക്കി എല്ലാവരും നല്ല കംഫർട്ടബിളായി കമ്പനിയായി നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ ഫിറ്റിൻ ചെയ്യാത്ത പോലെ ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുക. പിന്നെ ഫീലിംഗ് യുവർ മൈൻഡ് ഗോയിങ് ബ്ലാങ്ക് ആൻഡ് നോട്ട് നോയിങ് വാട്ട് ടു സേ ടു അതർ പീപ്പിൾ. ഇനി എല്ലാ ധൈര്യവും സംഭരിച്ച് ഒരാളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നുമില്ലെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയാതാവുക, വാക്കുകൾ കിട്ടാതെ കഷ്ടപ്പെടുക, അല്ലെങ്കിൽ യു ഗോ കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ഇങ്ങനെ 1-2 പ്രാവശ്യം എല്ലാവർക്കും സംഭവിക്കും. ബട്ട് ബിക്കംസ് എ പ്രോബ്ലം വെൻ ഇറ്റ് ഹാപ്പൻസ് ഫ്രീക്വൻ്റ്ലി. പിന്നെ ഇതുപോലത്തെ ഓക്വേർഡ് സിറ്റുവേഷൻസ് സ്റ്റക്ക് ആകുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യുന്നു, നമ്മളെ റിജക്റ്റ് ചെയ്യുന്നു, ഒറ്റപ്പെടുത്തും എന്നൊക്കെ ഓർത്ത് വല്ലാണ്ട് പേടിക്കാം. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഈ ചിന്ത നമ്മളെ അലട്ടും. പിന്നെ ആളുകളോട്, പ്രത്യേകിച്ച് അപരിചിതരോട് സംസാരിക്കുമ്പോൾ ഒരു അൺഹെൽതി എമൗണ്ട് ഓഫ് പേടി തോന്നുക. പരിചയക്കാരോട് സംസാരിക്കുമ്പോൾ വളരെ ആങ്ഷ്യസ് ആവുന്ന ആളുകൾ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിച്ചാൽ ദ സിറ്റുവേഷൻ വിൽ ബിക്കം വേഴ്സ്. ദേ ടെൻഡ് ടു ബിക്കം എക്സ്ട്രീംലി ഫിയർഫുൾ ഓഫ് സച്ച് ഇൻട്രാക്ഷൻസ്. പിന്നെ ആളുകൾ കൂടാൻ സാധ്യതയുള്ള എല്ലാ സിറ്റുവേഷൻസും അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെ കോൺസ്റ്റൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിയർ, എംബാരസ്മെൻറ്റ് ആൻഡ് സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സോഷ്യൽ ഇൻട്രാക്ഷൻസ് എൻ്റയറായിട്ട് ഒഴിവാക്കാൻ തുടങ്ങും. എവിടെയെല്ലാം മനുഷ്യന്മാരുണ്ടോ അവിടെ നിന്നൊക്കെ ഒളിച്ചോടാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് ഒട്ടും സോഷ്യൽ ലൈഫ് ഇല്ലാണ്ടാവും. ബട്ട് ഹിയേഴ്സ് ദ ഗുഡ് ന്യൂസ്. എ പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് ക്യാൻ ഹെൽപ്പ് യു ഗെറ്റ് ഓവർ ദിസ്. തനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് തന്നെ ഈ പ്രശ്നം തരണം ചെയ്യാനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ്. വിത്ത് ദ ഹെൽപ്പ് ഫ്രം പ്രൊഫഷണൽസ് ലൈക്ക് അസ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് കയറാൻ സാധിക്കും. സോ കൗൺസിലിംഗ് ഓർ സൈക്കോതെറപ്പി എങ്ങനെയെല്ലാം ഏതെല്ലാം വിധത്തിൽ നമ്മളെ സോഷ്യൽ ആങ്സൈറ്റി തരണം ചെയ്യാൻ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം.
തെറപ്പിയിൽ പലവിധ അപ്രോച്ചസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വ്യത്യസ്ത ആളുകളുടെ യുണീക്കായിട്ടുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് യോജിക്കുന്ന തെറപ്പിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ കോമൺ ആയി സോഷ്യൽ ആങ്സൈറ്റിക്ക് യൂസ് ചെയ്യുന്നതും വളരെ എഫക്റ്റീവ് ആയിട്ടുമുള്ള ഒരു തെറപ്പിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി അഥവാ CBT എന്ന് പറയുന്നത്. ചെറുപ്പം മുതലേ നമ്മുടെ ഉള്ളിൽ ദൃഢമായി ഉറച്ചുപോയ ചില വിശ്വാസങ്ങളും അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാവും. ആൻഡ് ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ആ ഒരു അറിവ് വെച്ചാണ് വിലയിരുത്തുക. ആൻഡ് സംടൈംസ് നമ്മുടെ ഈ ബിലീഫ്സ് ക്യാൻ ബി ഇറാഷണൽ ഓർ വിത്തൗട്ട് എനി റീസൺസ്. ഈ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ അങ്ങനത്തെ ഇറാഷണൽ ബിലീഫ്സ് മിക്ക സമയത്തും നമ്മുടെ സോഷ്യൽ ആങ്സൈറ്റിക്ക് കാരണമായി വരാറുണ്ട്. സോ CBTയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബിലീഫ്സ് റാഷണൽ ആണോ അതോ ഇറാഷണൽ ആണോ, ഇത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ വിലയിരുത്തും. ആൻഡ് ആ ബിലീഫ് റാഷണൽ അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളത് നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കും. കൂടാതെ ഈ സോഷ്യൽ ആങ്സൈറ്റി കാരണം നമുക്ക് ഫീൽ ചെയ്യുന്ന ചമ്മൽ, കുറ്റബോധം, എല്ലാവരും നമ്മളെ ജഡ്ജ് ചെയ്യുന്ന പോലെയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും കുറച്ചുകൂടെ അസേർട്ടീവ് ആവാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. വൈൽ ഇൻ തെറപ്പി നമ്മുടെ തെറപ്പിസ്റ്റ് നമുക്ക് ബേസിക് സോഷ്യൽ സ്കിൽസ് പഠിപ്പിച്ചു തരും. പിന്നെ റോൾ പ്ലേസ് വഴി ഈ സ്കിൽസ് എങ്ങനെയെല്ലാം എവിടെയെല്ലാം ഉപയോഗിക്കാമെന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. റിയൽ സോഷ്യൽ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യാനായി നമ്മുടെ തെറപ്പിസ്റ്റ് നമുക്ക് ഹോംവർക്ക്സ് തരും. അങ്ങനെ പതിയെ പതിയെ നമ്മുടെ ആങ്സൈറ്റിയിൽ മാറ്റം വന്നു തുടങ്ങും. സോ ലെറ്റ്സ് ടേക്ക് തിങ്സ് സീരിയസ്ലി. നിങ്ങൾക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അത് അക്നോളജ് ചെയ്യുക. ആവശ്യമുള്ളപ്പോൾ സൈക്കോളജിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്ത് അത് ഓവർകം ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.